ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് തന്നെയാണ്. സോ ഇമ്പ്രൂവ്മെൻ്റ് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഫിസിക്സ് ഡിസംബർ 18 ഡേറ്റ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനുള്ളതാണ്. 80 ഔട്ട് ഓഫ് 8 തന്നെ, 80 അല്ലല്ലോ, 60 ഔട്ട് ഓഫ് 6 തന്നെ നമുക്ക് നമ്മൾ മേടിക്കും. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കുക. ദ terminal velocity of a copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 cm second inverse. Calculate the viscosity of the oil at 20 degrees Celsius. ഇത് ഒന്നുമില്ല, വെറും ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ മതി. ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. വിസ്കോസിറ്റി ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. സോ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ, ടെർമിനൽ വെലോസിറ്റി അല്ല, സോ V = 2/9 a² into rho minus rho minus sigma by eta. This is the clear ഉണ്ടോയെന്ന് അറിയില്ല. This is the equation for the terminal velocity. V = 2/9 a² into rho minus sigma by eta. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ ഈറ്റയുടെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഈറ്റാൻ്റെ വാല്യൂ എങ്ങനെ ചെയ്യാം? ഈറ്റ = 2/9 a² into rho minus sigma by v അല്ലേ? ഇവിടെ v കണ്ടുപിടിക്കാം, ഇവിടെ ഈറ്റ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഈറ്റയുടെ വാല്യൂ ഇതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. സോ 2/9 into a മീൻസ് റേഡിയസ് ആണ്. റേഡിയസ് 2 mm ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി a = 2 into 10⁻³ മീറ്റർ. ഇനി എന്താ വേണ്ടത്? a² ആയി. ഇനി ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ട്, ഇവിടെ g വേണം കേട്ടോ. g വേണം. g മീൻസ് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയാണ്. സോ ജിയുടെ വാല്യൂ അറിയാം, 9.8 തന്നെയാണ്. 9.8 m/s². ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണ് ആദ്യം പഠിക്കേണ്ടത്. V = 2/9 a² into rho minus sigma into g by eta. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇത്, ഈറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈറ്റ = v ഇങ്ങോട്ട് പോകുമ്പോൾ ഈറ്റയുടെ വാല്യൂ ആയി. സോ നമ്മൾ a മില്ലിമീറ്ററിലായിരുന്നു, 2 mm ആയിരുന്നു. അത് നമ്മൾ മീറ്ററിലോട്ടൊക്കെ 10⁻³ കൊണ്ട് ഇൻറ്റു ചെയ്തു. പിന്നെ g ഉണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കണം, റോ, പിന്നെ സിഗ്മ. ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടത്, നമ്മൾ നോക്കി എഴുതണം. സോ ഈ റോയും സിഗ്മയും തമ്മിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകണ്ട. റോ ആണ് ഏറ്റവും വലുത്. സോ വലിയ നമ്പർ തന്നെ നോക്കി എഴുതുക. റോയുടെയും സിഗ്മയുടെയും വാല്യൂ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. വിയുടെ വാല്യൂ ഉണ്ട്. വിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 6.5 cm (s−1) ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. 6.5 cm (s−1). അതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നത്, സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ വേണ്ടി × 10⁻² ചെയ്താൽ മതി. × 10⁻². സോ ഈ ഒരു മൊത്തം ഇതിവിടെ ഇട്ട് കൊടുക്കുക. സോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -3² into സിഗ്മ അല്ല, റോ ഇട്ട് കൊടുക്കുക. സിഗ്മയുണ്ട്, വി ഉണ്ട്, എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. സോ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. 9.8 ഇത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. റെയിൻ ഡ്രോപ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി. വൈ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, റെയിൻ ഡ്രോപ്പ്, മഴത്തുള്ളികൾക്ക് അത്ര വലിയ ഹൈ വെലോസിറ്റി ഇല്ല. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഈ മഴത്തുള്ളി താഴേക്ക് വീഴുമ്പം ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, mg ആക്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിൻ്റെ മുകളിൽ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനൊരു അപ്ത്രസ്റ്റും കൂടിയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
ഓക്കെ, അപ്ത്രസ്റ്റും കൂടിയുണ്ട്. സോ അതുകൊണ്ടാണ് ഈ മഴത്തുള്ളിക്ക് അത്ര വലിയ ഹൈ വെലോസിറ്റി ഇല്ലാത്തത്. കാരണം ഇതിൻ്റെ വിസ്കസ് ഫോഴ്സും ഇതിൻ്റെ അപ്ത്രസ്റ്റും കൊണ്ട് ആണ് ഇതിന് ഹൈ വെലോസിറ്റി ഇല്ലാത്തത്. അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആക്കി പറയുകയാണെങ്കിൽ റെയിൻ ഡ്രോപ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി. Raindrops falling under gravity has weight in downward direction, upthrust and viscous force in the upward direction. Hence it attains constant velocity or terminal velocity. Okay, അടുത്തത് അതേപോലത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. While traveling in aeroplane it is advisable to remove ink from fountain pen. Why? നമ്മൾ എയറോപ്ലെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ ഇങ്ക് പേനയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അപ്പോൾ നമുക്കതിൻ്റെ ആൻസറിലോട്ട് നോക്കാം. വെൻ ആൻ എയറോപ്ലെയിൻ ഫ്ലൈ മച്ച് എബവ് ദ എർത്ത് the pressure decreases, but the pressure inside the pen is higher than outside. Therefore ink come out of the pen. നമ്മൾ എയറോപ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? അങ്ങ് ദൂരെ ഹൈ ആണ്, മേലെയാണ്. സോ മുകളിൽ എപ്പോഴും പ്രഷർ കുറവായിരിക്കും. സോ പ്രഷർ മുകളിൽ ഏറ്റവും കുറവായിരിക്കും പ്രഷർ. സോ ഇങ്ക് പെന്നിൻ്റെ ഉള്ളിലത്തെ പ്രഷർ ഈ എയറോപ്ലെയിനിൻ്റെ സറൗണ്ടിങ്ങിൻ്റെ പ്രഷറിനെക്കാട്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് എന്താണ് ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലോട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പെന്ന് പുറത്തോട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ ഈസ്. ഈ ഒരു ഫിഗറിൽ ഈ തീറ്റേൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. തീറ്റ ഒപ്റ്റ്യൂസ് ആണ്, നമുക്കറിയാം. ഇങ്ങനെ 180 ഡിഗ്രീനെക്കാട്ടും കൂടുതലൊക്കെ 90 ഡിഗ്രിയെക്കാട്ടും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒപ്റ്റ്യൂസ് ആണ്. കുറവ് വന്നു കഴിഞ്ഞാൽ എക്യൂട്ടാണ്. ദിസ് ഇസ് എക്യൂട്ട് ആൻഡ് ദിസ് ഇസ് ഓൾവേസ് ഒപ്റ്റ്യൂസ് ആൻഡ് ദിസ് ഇസ് ഓൾവേസ് എക്യൂട്ട്. എന്നുവെച്ചാൽ വായ് നന്നായിട്ട് തുറന്നതാണെങ്കിൽ ഒപ്റ്റ്യൂസ്, വായ അടച്ചതാണെങ്കിൽ എക്യൂട്ട്. സോ ഇതെങ്ങനെയാണ്? യെസ്, ഇത് 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലാണ്, അതുകൊണ്ട് ഇത് ഒപ്റ്റ്യൂസ് ആണ്. ഇതിൻ്റെ കുറവാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഇത് എക്യൂട്ടായേനെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കാപ്പിലറി ട്യൂബ് വാട്ടർ റൈസസ് ടു എ ഹൈറ്റ്. ഇഫ് ദ കാപ്പിലറി ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ വാട്ടർ കോളം ഇൻ ദ ട്യൂബ്? നിങ്ങൾ വായിച്ച് നോക്ക്, നന്നായിട്ട് വായിച്ച് നോക്കണം. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ്. നിങ്ങൾ വായിക്കുക. ഒരു കാപ്പിലറി ട്യൂബിൽ വെള്ളം ഒരു ഹൈറ്റിലെത്തി. ആ കാപ്പിലറി ട്യൂബ് 60 ഡിഗ്രി ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലുമായിട്ട്, ഇതാ നോക്കൂ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബിലെ വാട്ടർ കോളത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ആൻസർ ഇതാ ഇവിടെ തന്നെയുണ്ട്. ഈവൻ ഇഫ് ദ ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ് ദ കാപ്പിലറി റൈസ് റിമെയിൻസ് ദ സെയിം എച്ച്. ഈ ട്യൂബ് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇഫ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇൻ ദ ട്യൂബ് ഫ്രം ദ ഫിഗർ. എല്ലാണ് വാട്ടർ കോളത്തിൻ്റെ ലെങ്ത് എങ്കിൽ ഈ ഫിഗറിൽ നമുക്ക് H ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് sin 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ sin 30 ഈക്വൽ ടു H ബൈ L. അതിൽ നിന്ന് നമുക്ക് എല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത് L ഈക്വൽ ടു H ബൈ sin 30. sin 30യുടെ വാല്യൂ ഒക്കെ അറിഞ്ഞിരിക്കണം. ഈക്വൽ ടു 2H. സോ ഹൈറ്റിൻ്റെ ഇരട്ടി ലെങ്ത്തിൽ വാട്ടർ കോളം റൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ക്ലിയർ ഇല്ലെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ റെയ്നോൾഡ്സ് നമ്പർ, ഇത് നിങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടത്. റെയ്നോൾഡ്സ് നമ്പർ എവിടെ വരും? നമുക്കറിയാം റെയ്നോൾഡ്സ് നമ്പർ വിസ്കോസിറ്റി ആണ്. നെക്സ്റ്റ് മാഗ്നസ് ഇഫക്റ്റ് എവിടെ വരും? ബെർണോളിസ് തിയറം. മാഗ്നസ് ഇഫക്റ്റ്, ബെർണോളിസ് തിയറം. ആക്ഷൻ ഓഫ് ഡിറ്റർജൻറ്റ്, നമ്മുടെ ഡിറ്റർജൻറ്റ് ആക്ഷൻ ചെയ്യുന്നത് സർഫേസ് ടെൻഷൻ ആണ്. A1 V1 ഈക്വൽ ടു A2 V2 നമ്മൾക്കറിയാം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. റെയ്നോൾഡ്സ് നമ്പർ ഒന്നുകൂടി പറയാം. റെയ്നോൾഡ്സ് നമ്പർ ഈസ് വിസ്കോസിറ്റി, മാഗ്നസ് ഇഫക്റ്റ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ആക്ഷൻ ഓഫ് ഡിറ്റർജൻറ്റ്, സർഫേസ് ടെൻഷൻ. A1 V1 ഈക്വൽ ടു A2 V2 ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്ത ഇതാ 1 മാർക്കിൻ്റെ ചോട്ടാ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് നിങ്ങൾക്കിത് വളരെ കൺഫ്യൂഷൻ ആവും ചിലവർക്ക്. സോ നമുക്ക് നോക്കാം. ഫോർ എ ഗിവൺ ലിക്വിഡ് വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് കാപ്പിലറിറ്റി ഇഫ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ് ഈസ് ഇൻക്രീസ്ഡ്. ഒരു ലിക്വിഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ
റേഡിയസ് ഒരു ട്യൂബിലത്തെ ലിക്വിഡ്, സോ ആ ട്യൂബ് അതിൻ്റെ റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാപ്പിലറിക്ക് എന്ത് സംഭവിക്കും? കാപ്പിലാരിറ്റി ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. സോ വെൻ റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ് കാപ്പിലറി റൈസ് ഡിക്രീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വായിച്ചു നോക്ക്, ഞാൻ വായിക്കുന്നില്ല, ഞാൻ ഇതിൻ്റെ മലയാളം മാത്രം പറഞ്ഞുതരാം. ഒരേ റേഡിയസ് ഉള്ള 2 കാപ്പിലറി ട്യൂബ്, ഒന്ന് വാട്ടറിൽ മുക്കി ഒന്ന് മെർക്കുറിയിൽ മുക്കി. അപ്പോൾ അതിൻ്റെ കാപ്പിലാരിറ്റി നമ്മൾ എന്ത് ചെയ്യുക പറയുക. വാട്ടറിലാണ് കാപ്പിലറി റൈസ് അധികം ഉണ്ടാവുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ കുറവായതുകൊണ്ട്. മെർക്കുറിയിലായിരിക്കും ലോ ഉണ്ടാവുക, ബിക്കോസ് അതിൻ്റെ മെർക്കുറിൻ്റെ ഡെൻസിറ്റി കൂടുതലല്ലേ. സോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാം, ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാപ്പിലറി റൈസ് ഓർ കാപ്പിലാരിറ്റി. ഓക്കെ, കാപ്പിലറി റൈസ് ഓർ കാപ്പിലാരിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്ഫിറിക്കൽ ഡ്രോപ്പ് ഓർ ബബിൾ ഇഫ് ദ റേഡിയസ് ഇൻക്രീസസ്? റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. ഓക്കെ, ഫോർ എ ഗിവൺ ലിക്വിഡ് കമ്പയർ ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്ഫിറിക്കൽ ബബിൾ വിത്ത് ദാറ്റ് ഓഫ് ഡ്രോപ്പ്. എക്സസ് പ്രഷർ ഡ്യൂ ടു സ്ഫിറിക്കൽ ബബിൾ ഈസ് 2 times ദാറ്റ് ഡ്യൂ ടു സ്ഫിറിക്കൽ ഡ്രോപ്പ്. സ്ഫിറിക്കൽ ഡ്രോപ്പ് കൊണ്ട് ഉണ്ടാകുന്നതിനെക്കാട്ടിയും 2 times ആണ് സ്ഫിറിക്കൽ ബബിളിന് എന്ത് പ്രഷർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക, അതിൻ്റെ ഡെഫിനിഷനും ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ നിങ്ങൾക്കിത് മലയാളത്തിൽ പറഞ്ഞുതരാം. വിൻ്ററിൽ എന്തുകൊണ്ടാണ് മെഷീൻ പാർട്സുകളെല്ലാം ജാം ആവുന്നതെന്ന്? ടെമ്പറേച്ചർ കുറവായിരിക്കും, വിസ്കോസിറ്റി ഈസ് ഓൾസോ ലോ,